നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം. ഇന്ന് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ 133 ചരമവാർഷിക ദിനം. അദ്ദേഹം എഴുതിയ ലോക ചരിത്ര പുസ്തകം ക്രിസ്തുവിന് മുമ്പേയുള്ള വൃത്താന്തം എന്ന അപൂർവ ഗ്രന്ഥം ഒരു അമൂല്യ നിധിയായി ഇന്നും സൂക്ഷിച്ചു വെച്ച് പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഷാ പ്രവർത്തനങ്ങളെക്കുറിച്ച് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരിയിലെ റവറന്റ് ഡോക്ടർ GS ഫ്രാൻസിസ് ഗുണ്ടർട്ടിനെ പറ്റി, തന്റെ ശേഖരത്തിലെ ഗ്രന്ഥത്തെപ്പറ്റി ജൻവാണി ശ്രോതാക്കളുമായി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഗുണ്ടർട്ട് രചിച്ച മലയാള ഗ്രന്ഥങ്ങളിൽ ഈയൊരു പുസ്തകം മാത്രമാണ് ഇന്ത്യയിൽ അവശേഷിക്കുന്നത്. തലമുറകൾ കൈമാറി തന്റെ കൈകളിലെത്തിയ ഈ ഗ്രന്ഥം ഇന്നും ഒരു അമൂല്യ നിധിയായി സംരക്ഷിക്കുകയാണ് റവറന്റ് ഡോക്ടർ GS ഫ്രാൻസിസ്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ CSI പള്ളിയുടെ വികാരിയാണ്, റവറന്റ് ഡോക്ടർ GS ഫ്രാൻസിസ്. എൻ്റെ കയ്യിലുള്ളത് ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ്. കയ്യെഴുത്ത് പ്രതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് കല്ലച്ചുകൂടം തലശ്ശേരിയിൽ അദ്ദേഹം നിർമ്മിച്ചു. എന്നിട്ടാണ് അദ്ദേഹം തൻ്റെ രചനകൾ കല്ലച്ചുകൂടത്തിലൂടെ പുറത്തിറക്കിയത്. അതായത് ആദ്യത്തെ വർത്തമാനപത്രം അടക്കം, അതായത് രാജ്യസമാചാരം എന്ന ആദ്യത്തെ വർത്തമാനപത്രം അടക്കം ആ കല്ലച്ചുകൂടത്തിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങിയ 1847 അത് പുറത്തിറങ്ങിയത്. അത് പുറത്തിറങ്ങിയ ശേഷം ആ കല്ലച്ചുകൂടത്തിൽ തന്നെ 28 പുസ്തകങ്ങൾ അദ്ദേഹം പുറത്തിറക്കി, മലയാളത്തിൽ ഇറക്കി. എന്ന് പറഞ്ഞാൽ മലയാളം പഠിപ്പിക്കുന്ന മലയാള മീഡിയത്തിലായിരുന്നു അന്നത്തെ പഠിപ്പ്. ആ മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹം BM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ഇൻസ്പെക്ടർ കൂടി ആയിരുന്നതിനാൽ അദ്ദേഹം എഴുതിയ രചനകളൊക്കെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, ചരിത്രം, ഭൂമിശാസ്ത്രം, സിവിക്സ് അങ്ങനെ ഉള്ള ആ സബ്ജക്റ്റുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ എഴുതിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സഹായിയായ കണ്യൻകിട്ടു എന്ന് പറയുന്ന മനുഷ്യനെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായത്. അന്നത്തെ പത്രങ്ങൾക്കൊക്കെ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഈ രാജ്യസമാചാരത്തിൽ അടക്കം അദ്ദേഹം കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ 28 ഗ്രന്ഥങ്ങൾ എഴുതിയ അദ്ദേഹം തന്നെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഗുണ്ടർട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എൻ്റെ അടുത്തുള്ളത്. ലോക ചരിത്ര ശാസ്ത്രം 1-ാം ഖണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ജലപ്രളയത്തിന് മുമ്പ് ഉള്ള ഒരു ഹിസ്റ്ററിയാണ്. ജലപ്രളയം വരെയുള്ള ഹിസ്റ്ററിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ജലപ്രളയം എന്ന് പറഞ്ഞാൽ ബൈബിളിലുണ്ട് ജലപ്രളയം തുടങ്ങിയത് എപ്പോഴാന്നുള്ളത്. അപ്പോൾ ആദ്യ സൃഷ്ടിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അതുമുതൽ ജലപ്രളയം വരെയുള്ള ഹിസ്റ്ററി ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കാരണം ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യർ വളരെ അതിക്രമികളായിട്ട് മാറുകയും ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ദൈവം തന്നെ വിലപിച്ചു തൻ്റെ സൃഷ്ടിയിൽ. അങ്ങനെ ആണ് ദൈവം ജലപ്രളയം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ജലപ്രളയം 40 രാവും പകലും അദ്ദേഹം ഭൂമിയിൽ അങ്ങനെ ജലപ്രളയം ഉണ്ടാക്കി. അങ്ങനെ ജലപ്രളയത്തിൽ ഉള്ള ആ ഹിസ്റ്ററി, അതുവരെയുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതിക്രമക്കാരനായിട്ട് വരുന്ന ഒരു ഹിസ്റ്ററി. അങ്ങനെ അതിക്രമക്കാരനായി അവസാനം ഈ ജലപ്രളയം കൊണ്ട് സകല മനുഷ്യരും ചത്തൊടുങ്ങുന്നത്, അതായത് നോഹയും കുടുംബവും കുറച്ച് പക്ഷിമൃഗാദികളും മാത്രം ബാക്കിയാക്കിയിട്ട് ബാക്കി എല്ലാവരെയും കൊന്നൊടുക്കുന്ന ഒരു ചരിത്രമായിരുന്നു ആദ്യത്തെ ചരിത്രം. അങ്ങനെ ജലപ്രളയത്തിന് മുമ്പുള്ള ചരിത്രവും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അതേ പുസ്തകത്തിൻ്റെ ലോക ചരിത്രശാസ്ത്രത്തിൽ തന്നെ വരുന്നത് അതിന് ശേഷമുള്ള ചരിത്രവും ആണ്. അതിന് ശേഷവും ഇവർ അതിക്രമം കാട്ടുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഓരോ കരുതൽ അവർക്കുണ്ടാകും. അങ്ങനെയുള്ള ഹിസ്റ്ററികൾ പലതും ഉണ്ടാകും. അത് തന്നെ മോശയുടെ ചരിത്രമാണ്. പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രം തുടങ്ങുമ്പോൾ മോശയുടെ ചരിത്രവും ഇസ്രായേൽ മക്കളോടുകൂടി 40 വർഷം മരുഭൂമിയിൽ കഴിയുന്നതും എല്ലാം ആ പുസ്തകത്തിൽ 2-ാം ഭാഗത്തിൽ വരുന്നുണ്ട്.
ഏതായാലും ലോകചരിത്ര ശാസ്ത്രം എന്ന് പറഞ്ഞ ആ പുസ്തകം 1851 അത് പിന്നെ കല്ലച്ചിക്കൂടത്ത് നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയ ആ പുസ്തകം ഇന്ന് ഞാൻ സൂക്ഷിക്കുന്നതും ഏതായാലും 175 വർഷമാകുന്നു. ഇന്ന് അത്രയും കൊല്ലങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു. എനിക്ക് കിട്ടിയത് എൻ്റെ മുത്തച്ഛൻ ഭാര്യയുടെ അച്ഛനായിരിക്കുന്ന ജി സത്യസന്ധൻ മാഷാണ് ഈ പുസ്തകം എനിക്ക് തന്നത്. അദ്ദേഹം BM സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് ഈ ബുക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് സത്യസന്ധൻ മാഷയുടെ അച്ഛനായ EK സത്യവ്രതൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഗുണ്ടട്ടിൻ്റെ കാലശേഷം നെട്ടൂരിൽ സ്ഥാപിച്ച ആ സെമിനാറിയുടെ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം കളക്ട് ചെയ്ത പുസ്തകമാണ് ഈ എൻ്റെ കയ്യിലുള്ള ലോക ചരിത്രശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകമാണ് സത്യസന്ധൻ മാഷ് കൈമാറുകയും അതെനിക്ക് പിന്നീട് കൈമാറുകയും ചെയ്തത്. അങ്ങനെ എനിക്ക് 55 വർഷമായിട്ട് കിട്ടിയ പുസ്തകമാണ് ഇത്. അത് ആകെ കല്ലച്ചിക്കൂടത്ത് പുറത്തിറങ്ങിയത് 1851 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 175 വർഷം ആകുന്നു. അപ്പം 175 വർഷമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന പുസ്തകമാണ് അത്. അതിലുള്ളത് ഇതാണ്, അന്നത്തെ പഠിപ്പിൽ വേണ്ടുന്ന ചരിത്രങ്ങൾ. അന്ന് പ്രത്യേകിച്ച് പിന്നെ എന്താണ് മതപരിവർത്തനത്തിന് വേണ്ടിയാണല്ലോ അവർ മിഷണറിമാരും കൂടെ വരുന്നത്. അവർ ആ ബൈബിളിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിനൊരു ഈ മതത്തിൻ്റെ ക്രിസ്ത്യൻ മതത്തിൻ്റെ കാര്യം പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചരിത്രങ്ങളും കുട്ടികൾക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ സാംസ്കാരിക വകുപ്പിൽ ഞാനിവിടെ എഴുതുകയും അവിടെ റിസർച്ച് ഓഫീസേഴ്സ് ഇവിടെ വന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞത് അത് പിന്നെ എന്തായാലും അവരുടെ ഗാലറിയിൽ വെക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കാലം കഴിയുന്നവരെ ഞാൻ തന്നെ സൂക്ഷിക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏതായാലും അത് നടക്കുന്നുണ്ട്. അനേകം കോളേജുകളിലെയും ഹിസ്റ്ററി സ്റ്റുഡൻസ് സ്കൂളുകളിലെയും കുട്ടികൾ അവരുടെ പിന്നെ ഇവരുടെ എന്താണ് ടീച്ചേഴ്സിനെയും കൂട്ടിയിട്ട് ഇവിടെ വരും, പുസ്തകം കണ്ടിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു പുസ്തകം ഇങ്ങനെ ലോക പ്രസിദ്ധമാകുന്നു എന്നറിഞ്ഞതുകൊണ്ട്. 1839 ഏപ്രിൽ 14 ഹെർമൻ ഗുണ്ടട്ട് എന്ന ജർമ്മൻ മിഷനറി ഇവിടെ വന്നത്. ജർമ്മൻ മിഷനറി എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ തൊട്ടടുത്തുള്ള ബാസൽ എന്നൊരു സ്ഥലം ഉണ്ട്. അത് അവിടെ ഞാൻ പോയതാണ്, അവിടെ കണ്ടതാണ്. ആ ബാസലിൽ ഞാൻ പോയി അവിടെ കണ്ട പള്ളി എല്ലാം അവിടുത്തെ പള്ളി അധികൃതർ പറഞ്ഞത് അവരെല്ലാ രാഷ്ട്രങ്ങളിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കും അവരുടെ മിഷണറിമാരെ അയച്ചിരുന്നു. അതുകൊണ്ട് അവർ അയക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലം 1839 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഈ ക്രിസ്തീയ മതമൊന്നും പ്രചരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുമ്പോൾ ബാസൽ മിഷൻ എന്ന് പറയുന്ന ആ സംഘമാണ് ഇവിടെ പ്രത്യേകിച്ച് മലബാറിൽ പിന്നെ ക്രിസ്തീയ മതം പ്രചരിപ്പിച്ചത്. അതിൽ ആദ്യത്തെ മിഷനറിയാണ് ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മിഷനറി. അങ്ങനെയാണ് അദ്ദേഹം 1839 ഏപ്രിൽ 14 ഇവിടെ എത്തുമ്പോൾ അവിടെ പിന്നെ ഗുണ്ടട്ട് ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അത് ഗുണ്ടട്ട് പണിതൊന്നുമല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പണിതതും അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജഡ്ജിമാർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ക്വാർട്ടേഴ്സ് ആയിരുന്നു ആ ഗുണ്ടട്ട് ബംഗ്ലാവ് എന്ന പേരിൽ ഇപ്പോഴറിയപ്പെടുന്നത്. ആ ക്വാർട്ടേഴ്സിലാണ് നമ്മുടെ ഹെർമൻ ഗുണ്ടട്ടും കുടുംബമായിട്ട് പത്നിയും ഒരു കുഞ്ഞാമറ്റി ഉണ്ടായിരുന്നു. അവരായിട്ട് അവിടെ വന്ന് താമസം തുടങ്ങിയത്. ആ താമസം തുടങ്ങുമ്പോൾ തന്നെ പത്നിയും ഇതുപോലെ തന്നെ സുവിശേഷ വേലയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഒക്കെ കുറെ ആ ഗുണ്ടട്ട് ബംഗ്ലാവിൽ വെച്ച് തന്നെ ചെയ്തതായിട്ട് നാം കാണുന്നു. പിന്നെ ഇദ്ദേഹം മലയാളം പഠിക്കാനും ഒക്കെ ഊരാച്ചേരി ഗുരുക്കളുടെ അടുത്തേക്ക് പോകുന്നതും
ഒക്കെ ഇവിടെ വെച്ച് തന്നെയായിരുന്നു, ഗുണ്ടറ്റ് ബംഗ്ലാവിൽ വെച്ച് തന്നെയായിരുന്നു അവരിവിടെ വന്ന് പഠിക്കുകയും ചിലപ്പോൾ ഈ അദ്ദേഹം അങ്ങോട്ട് കുതിരപ്പുറത്ത് പോയിട്ട് പഠിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം മലയാളത്തിൽ ഇത്രയും കാര്യമായിട്ട് പഠിക്കുവാൻ സാധിച്ചതും മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി, അത് നിഘണ്ടു എഴുതുവാൻ സാധിച്ചതും ഒക്കെ വളരെ വലിയ കാര്യമാണ്. കാരണം മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മലയാളം വേർഡ്സിനെ ശേഖരിച്ച് അതിന് ഇംഗ്ലീഷ് വാക്കുകൾ കണ്ടുപിടിച്ച് അങ്ങനെ അദ്ദേഹം മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി അദ്ദേഹം ഇവിടുന്ന് പോയ ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കുന്നതും. അതിപ്പോൾ കാര്യമായിട്ട് തന്നെ ഈ മലയാളം പഠിക്കുന്നവർക്കൊക്കെ വളരെ കാര്യമായിട്ട് അതിൽ ഉപകരിക്കുന്ന ഒരു നിഘണ്ടുവാണ്. അങ്ങനെ ആ നിഘണ്ടു എഴുതി അതിന് ശേഷമാണ് അവിടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് രാജ്യസമാചാരം പുറത്തിറങ്ങുന്നത് 1947. അപ്പം രാജ്യസമാചാരം പുറത്തിറങ്ങി 42 ലക്കം മാസം ഒന്നേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അങ്ങനെ പ്രസിദ്ധീകരിച്ച് 42 ലക്കമാണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ ഒരെണ്ണം ഇപ്പോഴും കാണാതായിട്ടുണ്ട് എന്നാണ് അവരന്ന് പറഞ്ഞത്. ട്രിബിങ്ടൺ സർവകലാശാലയിൽ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞത്. ബാക്കിയെല്ലാം അവർ സൂക്ഷിച്ചിട്ടുണ്ട്, അതായത് ഗവൺമെൻറ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൽ അവരൊന്നുമില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് റിസർച്ച് ഓഫീസർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അവരടുത്ത് ഇന്ത്യയിൽ ഒരു പുസ്തകം ഗുണ്ടട്ടിൻ്റെ ഇല്ല, ഈ ഒരു പുസ്തകം മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ അവശേഷിക്കുന്നുള്ളത് എന്ന് പറഞ്ഞത്. ഏതായാലും ഞാനത് സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ കാലം കഴിയുന്നവരെ ഞാനിത് സൂക്ഷിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. അനേകം പേർ വളരെ അതിശയത്തോടു കൂടിയാണ് പുസ്തകത്തെ നോക്കി കാണുന്നത്. അത് വലിയൊരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം സൂക്ഷിക്കുവാൻ എനിക്ക് കിട്ടിയ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അപ്പോൾ ലോകചരിത്ര ശാസ്ത്രം എന്ന പുസ്തകം കല്ലച്ചക്കൂടത്ത് പുറത്തിറങ്ങിയത് 1851 അതായത് 175 വർഷങ്ങൾക്ക് മുമ്പ്. ആ 175 വർഷമായി ആ പുസ്തകത്തിൻ്റെ പഴക്കം. ആ 175 വർഷവും ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഒന്നും തന്നെ അതിൽ ചതിരൊന്നും പിടിക്കാതെ സുഖമായിട്ടത് സംരക്ഷിച്ച് വെക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ആ പുസ്തകം ഞാൻ എൻ്റെ കാലം കഴിയുന്നവരെ ഞാൻ സൂക്ഷിക്കും. അത് കഴിഞ്ഞ് സർക്കാർ ഇപ്പോൾ പറഞ്ഞത് അവർക്ക് ഇപ്പം തന്നെ അത് വേണം എന്ന് മാത്രമാണ്. പക്ഷെ ഞാനതിന് പറയുന്നത് ഞാൻ സൂക്ഷിച്ചതിനൊരു അംഗീകാരം തരാണ്ട് അപ്പോൾ സർക്കാർ മാത്രം അങ്ങ് എടുത്തിട്ട് പോയാൽ ശരിയാവില്ല എന്നതാണ് ഞാൻ പറഞ്ഞത് അവരടുത്ത്. അവരതിനെക്കുറിച്ച് യാതൊന്നും പറയാതെ ഒരു മറുപടിയും തരാതെ ഈ കത്ത് മാത്രം ഉണ്ട്, നിങ്ങൾ ഇതുവരെ സൂക്ഷിച്ചതിന് വളരെ ശ്ലാഘനീയമാണ്, അത് ഞങ്ങളുടെ ഗാലറിയിൽ വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമുണ്ട് എന്ന് മാത്രമാണ് അവരുടെ കത്തിൽ പറയുന്നത്. പക്ഷെ അതിപ്പോൾ അവരുടെ ഗാലറിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് എനിക്കൊരു അംഗീകാരം ഒന്നും തരാതെ ആ പുസ്തകം എടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞൊരു അനീതിയല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ഇന്ത്യയിൽ ആകെ ഒരു പുസ്തകമേ ഉള്ളൂ, എന്നിട്ട് സർക്കാരുകൾക്കൊന്നും വേണ്ട, അവരുടെ ഗാലറിയിൽ വെക്കാം എന്ന് പറയുമ്പോൾ അത് പുസ്തകത്തോട് ചെയ്യുന്നതും ഹെർമൻ ഗുണ്ടട്ടിനോട് ചെയ്യുന്ന ഇതും ആയ ഒരു അനീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് നമ്മൾ പിന്നെയും മെമ്മറാണ്ടങ്ങൾ കൊടുത്ത് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കാം എന്നാണ് എൻ്റെ വിചാരം. മലയാള ഭാഷയിൽ ആദ്യത്തെ വർത്തമാന പത്രമായ രാജസമാചാരത്തിന്റെ കർത്താവും ഭാഷാ പണ്ഡിതനുമായ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ 133 ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹം എഴുതിയ അനേകം ഗ്രന്ഥങ്ങളിൽ ഒരേയൊരു ഗ്രന്ഥം മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ അവശേഷിച്ചിട്ടുള്ളത്. അതിന്റെ സൂക്ഷിപ്പുകാരനാകട്ടെ നമ്മുടെ തലശ്ശേരിക്കാരനും. ലോക ചരിത്ര പുസ്തകം ക്രിസ്തുവിനു മുമ്പേയുള്ള വൃത്താന്തം എന്ന അപൂർവ ഗ്രന്ഥം ഒരു അമൂല്യ നിധിയായി ഇന്നും സൂക്ഷിച്ചു വെച്ച് പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഷാ പ്രവർത്തനങ്ങളെക്കുറിച്ച് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരിയിലെ റവറന്റ് ഡോക്ടർ GS ഫ്രാൻസിസ് ഗുണ്ടട്ടിനെ പറ്റി, തന്റെ ശേഖരത്തിലെ ഗ്രന്ഥത്തെപ്പറ്റി ജൻവാണി ശ്രോതാക്കളുമായി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. നിർവഹണം N. വിനീത് കുമാർ.